ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കേരളത്തിലെ ജനങ്ങളെ മാധ്യമങ്ങൾ പതിവ് പോലെ വിഡ്ഢികളാക്കുകയാണ്. മാധ്യമങ്ങൾ ഈ ശബരിമല സീസൺ 2-ൽ നിങ്ങളോട് പറയാത്ത വസ്തുതകൾ വേഗത്തിൽ പറയാം. നമ്പർ 1, കേരളത്തിന്റെ ഹൈക്കോടതി അതിന്റെ ഇടക്കാല ഉത്തരവിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ വിമർശിച്ചത് ഈ നാട്ടിലെ മാധ്യമങ്ങളെയും അവർ നടത്തിയ സമാന്തര വിചാരണയെയുമായിരുന്നു. കോടതി വിധിയുടെ അവസാന പാരഗ്രാഫ് തന്നെ മാധ്യമങ്ങളെ വിമർശിക്കാൻ മാത്രമായിരുന്നു ഹൈക്കോടതി നീക്കിവെച്ചത്. നമ്പർ 2, ശബരിമലയിലെ കട്ടിളയും പ്രതിമയും ഒക്കെ സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയുടെ വക്കീലും ഉടമയുമൊക്കെ ചാനൽ കയറി നടന്ന് കുറേ ദിവസം മുൻപ് വരെ പറഞ്ഞതൊക്കെ വെറും നുണകളായിരുന്നു എന്ന് കോടതി വിധിയും അതിന്റെ ഭാഗമായ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നപ്പോൾ വ്യക്തമായി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി ചെന്നൈ ആസ്ഥാനമായുള്ള സ്മാർട്ട് ക്രിയേഷൻസ് രംഗത്ത് വന്നിരിക്കുന്നു. 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പ് പാളികൾ എന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വൈസ് പ്രസിഡന്റ് മുരളി വ്യക്തമാക്കുന്നു. കോടതിയിൽ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിൽ കട്ടിളയിലെ അടക്കം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ ഉരുക്കി മാറ്റിയാണ് രണ്ടാമത് സ്വർണം പൂശിയതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഈ കേസിലെ നമ്പർ 1 നുണയന്മാരായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വാക്കും കേട്ടായിരുന്നു ഈ മാപ്രകൾ മുഴുവൻ ഈ കണ്ട ബഹളം ഒരാഴ്ച മുൻപ് വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത്. നമ്പർ 3, ഇപ്പോൾ തട്ടിപ്പ് കേസിൽ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം പൊക്കിക്കൊണ്ടുവന്ന് സർക്കാരിനെതിരെ അയാൾ പറഞ്ഞ സ്വർണ്ണപീഠം ശബരിമലയിൽ കാണാനില്ല എന്ന നുണയും നിങ്ങളെ കേൾപ്പിച്ചത് ഇതേ മുഖ്യധാരാ മാധ്യമങ്ങളായിരുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നു. ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നതായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇവ ഇപ്പോൾ എവിടെ എന്നറിയില്ല. 3 പവൻ സ്വർണ്ണമാണ് ഇതിനായി ചെലവിട്ടത്. 2019-ലാണ് ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് അനുബന്ധമായ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം പൂശി നൽകിയത്. അതായത് പ്രിയപ്പെട്ട മലയാളികളെ, മാധ്യമങ്ങൾ ഈ വിഷയത്തിലും പതിവ് പോലെ ഇടതുപക്ഷ സർക്കാരിനെ അടിക്കാനുള്ള ആയുധം തിരയുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ഇടതുപക്ഷ ഭരണത്തിന് തുടർച്ച ഉണ്ടാകരുതെന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങളുടെ മുതലാളിമാർ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പൂർണ്ണ പരാജയമായ കേന്ദ്ര സർക്കാരിനെ ഒരു ദിവസം പോലും വിമർശിക്കുന്ന അന്തിച്ചർച്ച നടത്താതെ 24/7 ഇടതുപക്ഷ സർക്കാരിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത്. ഒരു ചോദ്യം മാത്രമേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. ഈ കള്ളന്മാരായ മാധ്യമങ്ങളെ ഇനിയും വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണ്?